നോട്ട് പ്രതിസന്ധിയും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മനുഷ്യച്ചങ്ങല തീർക്കും. ഇന്ന് വൈകിട്ട് 5-ന് ദേശീയ പാതയോരത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി മുതൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാകും. നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 5-ന് ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് വശം ലക്ഷക്കണക്കിന് പ്രവർത്തകർ പരസ്പരം കൈകൾ കോർത്ത് മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാവും. തിരുവനന്തപുരം രാജ്ഭവനിൽ മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ കണ്ണിയാവും. LDFുമായി സഹകരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനുഷ്യച്ചങ്ങലയുടെ പ്രചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും വലിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് LDF നടത്തിയത്. 4:30 മനുഷ്യച്ചങ്ങലയുടെ ഡ്രസ് റിഹേഴ്സൽ നടക്കും. 5 മണിയോടെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രവർത്തകർ പ്രതിജ്ഞ ചൊല്ലും. സമരത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് പൊതുയോഗങ്ങൾ ദേശീയപാതയോരത്ത് ചേരും. വാഹന ഗതാഗതത്തിന് തടസ്സം വരാത്ത രൂപത്തിലാവും സമരം സംഘടിപ്പിക്കുക. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ, വിവിധ LDF നേതാക്കൾ എന്നിവർ രാജ്ഭവന് മുന്നിൽ കണ്ണികളാവും. വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മനുഷ്യച്ചങ്ങല ചരിത്ര വിജയമാക്കാനുള്ള പരിശ്രമത്തിലാണ് LDF പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF നടത്താൻ പോകുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചിത്രരചന സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ചിത്രരചനാ മത്സരം VN മുരളി ഉദ്ഘാടനം ചെയ്തു. നോട്ട് പ്രതിസന്ധി ആസ്പദമാക്കി നിരവധി ചിത്രകാരന്മാർ ചിത്രം വരച്ച് സമരത്തിൽ പങ്കാളികളായി. രാജ്യത്തിന്റെ തെക്കൻ അതിർത്തിയിൽ പിടിമുറുക്കുന്ന ഇടത് തീവ്രവാദത്തെ കരുതിയിരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. മാവോയിസ്റ്റ് ഭീഷണി നേരിടാൻ കേരളം കേന്ദ്ര സർക്കാരിനോട് ഫണ്ട് ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിരിക്കാവുന്ന തൊഴിൽക്കരത്തിന്റെ പരിധി ഉയർത്തി നൽകണമെന്നും തെക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. 21ഓളം പ്രധാനമായ അജണ്ടകളാണ് അന്തർ സംസ്ഥാന കൗൺസിലിന്റെ തെക്കൻ മേഖലാ യോഗം ചർച്ച ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പിരിക്കാവുന്ന തൊഴിൽക്കരത്തിന്റെ പരിധി 2500 രൂപയിൽ നിന്നും ഉയർത്തണമെന്ന് യോഗം കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഇതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിന് ഉറപ്പ് നൽകി. ഹൈസ്പീഡ് റെയിൽ കോറിഡോർ മംഗലാപുരം ഉടുപ്പി വരെ നീട്ടാമെന്ന് സംസ്ഥാനങ്ങൾക്കിടയിൽ പൊതുധാരണയായിട്ടുണ്ട്. ദേശീയ വ്യാവസായിക ഇടനാഴി കൊച്ചി വരെ നീട്ടണമെന്ന് കേരളം യോഗത്തിൽ ആവശ്യപ്പെട്ടു. തെക്കൻ സംസ്ഥാനങ്ങളിലെ പകർച്ചവ്യാധി മുന്നറിയിപ്പ് പരസ്പരം കൈമാറാനും യോഗത്തിൽ ധാരണയായി. സമീപകാലത്ത് കേരളത്തിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസും ഭരണാധികാരികളും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇടത് തീവ്രവാദത്തെ നേരിടുന്നതിനായി സംസ്ഥാനം ഒരു പുതിയ കേന്ദ്ര ബറ്റാലിയൻ ആവശ്യപ്പെട്ടുവെങ്കിലും അനുവദിക്കപ്പെട്ടിട്ടില്ല. ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസത്തിന് വേണ്ടി വരുന്ന ലോജിസ്റ്റിക് സപ്പോർട്ടും എല്ലാം കേന്ദ്ര ഗവൺമെൻറ് തരാമെന്ന് ഹോം മിനിസ്റ്റർ നേരിട്ട് പറഞ്ഞു. സപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത് ചില ബറ്റാലിയന് ചോദിച്ചിട്ടുണ്ട്, അത് എഗ്രി ചെയ്തിട്ടില്ല. പിന്നെ ചില കുറച്ച് ഫണ്ടിങ്ങിന് ചോദിക്കും. ഇപ്പം ഫണ്ടിങ് സൗത്തിലുള്ള ഡിസ്ട്രിക്ട്സിന് ഇല്ല, നോർത്തിലുള്ള ഡിസ്ട്രിക്ട്സിനേ ഉള്ളൂ. അപ്പോൾ ആ ഫണ്ടിങ്ങിനും ഇത് രണ്ടുമാണ് പറഞ്ഞത്. പിന്നെ 3 സ്റ്റേറ്റ്സും കോഓപ്പറേഷൻ, ഇൻ്റലിജൻസും ഉള്ള കോഓപ്പറേഷൻ, കർണാടക, തമിഴ്നാട്, കേരള പ്ലസ് ആന്ധ്ര, തെലങ്കാനയുടെ ഷെയറിംഗ് ഓഫ് ഇന്റലിജൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങൾ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നില്ല. തെക്കൻ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളും കേന്ദ്ര സംസ്ഥാന സർക്കാരിലെ പ്രധാന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗമാണ് തിരുവനന്തപുരത്ത് നടന്നത്. മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, V നാരായണസ്വാമി, തമിഴ്നാട് മന്ത്രി ഡിണ്ടിഗൽ ശ്രീനിവാസൻ, ആന്ധ്ര ധനകാര്യമന്ത്രി യാനമല കൃഷ്ണഡു, തെലങ്കാന മന്ത്രി നായിനി നരസിംഹറെഡ്ഡി, കർണാടക നിയമമന്ത്രി AL ജയചന്ദ്ര, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദി എന്നിവരോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി ഇന്ന് തിരുവനന്തപുരത്തെത്തും. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനത്തിനായാണ് രാഷ്ട്രപതി എത്തുക. കാര്യവട്ടം കേരള സർവകലാശാല ക്യാമ്പസിൽ ഉച്ചയ്ക്ക് 12:30-നാണ് ഉദ്ഘാടന ചടങ്ങുകൾ. ഗവർണർ P സദാശിവം മുഖ്യാതിഥിയാകും. ചരിത്ര കോൺഗ്രസ് നടപടിക്രമങ്ങളുടെ ഔദ്യോഗിക പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് നൽകി നിർവഹിക്കും. അടഞ്ഞുകിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചുവന്ന CPIM നേതാവ് മരിച്ചു. CPIM തേവലക്കര സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം തേവലക്കര കോയിവിള പുറമാവിൽ രാജുവാണ് രക്തസാക്ഷിയായത്.
കൊല്ലം തേവലക്കര പുത്തൻ സംഗീതത്തിലെ അലഫ് കാഷ്യൂ ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം നടത്തിവരവെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് പാർട്ടി പ്രവർത്തകർ ചേർന്ന് തെക്കുംഭാഗത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് സ്ഥിതി വീണ്ടും മോശമായതോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രാജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം വൻ ജനാവലിയുടെ അഹമ്പടിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയാണ് രാജു നിരാഹാരം അനുഷ്ഠിച്ചത്. 1986 100 കശുവണ്ടി ഫാക്ടറികൾക്ക് മുമ്പിൽ അന്ന് നടന്ന ഐതിഹാസികമായ സമരത്തിലുണ്ടായ രക്തസാക്ഷിത്വം 2016 ആവർത്തിച്ചുവെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസൻ പറഞ്ഞു. 1986 കശുവണ്ടി തൊഴിലാളി സമരത്തിൽ 2 സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു. ഇന്ന് ഈ സമരം ഒരു ധർമ്മ സമരമാണ്. ആ സമരത്തിലാണ് രാജു രക്തസാക്ഷിത്വം വരിച്ചത്. ഒരു വിഭാഗം കശുവണ്ടി മുതലാളിമാരുടെ പിടിവാശിയാണ് വി രാജുവിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. സമരം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ പ്രശ്നം ഫാക്ടറി അടച്ചു കിടക്കുന്നതിനെതിരായിട്ടുള്ള തുറക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിൽ നിരാഹാരം കിടക്കുമ്പോഴാണ് അവിടെ വെച്ച് അസ്വസ്ഥതയുണ്ടായി. ആശുപത്രിയിൽ പോയി ജില്ലാ ആശുപത്രി വെച്ച് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണം ഒരു രക്തസാക്ഷി തന്നെയാണ്. അദ്ദേഹം ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായ രക്തസാക്ഷിയാണ്. ഈ സമരം തൊഴിലാളികളുടെ 2 ലക്ഷത്തോളം വരുന്ന ജില്ലയിലെ കശുവണ്ടി തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. ലതയാണ് ഭാര്യ. ദിവ്യ രാജു, രമ്യ രാജു, രാഹുൽ രാജു എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. RSS ക്യാമ്പിലെ ആയുധ പരിശീലനത്തിന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് മൊത്തം 30 ക്യാമ്പുകളാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രം 4 ക്യാമ്പുകളുണ്ട്. പലരും മുംബൈയുള്ള ആയുധ പരിശീലനം കനത്ത കാവലിലാണ് നടത്തുന്നത്. 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ആയുധ പരിശീലനം. ദണ്ഡ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിനുള്ള പരിശീലനമാണ് ഇതിൽ മുഖ്യം. ആക്രമിക്കലാണ് നല്ല പ്രതിരോധമെന്നാണ് ക്യാമ്പിന്റെ മുദ്രാവാക്യം. പ്രാഥമിക ശിക്ഷണ ശിബിരം എന്ന പേരിലാണ് RSS സംസ്ഥാന വ്യാപകമായി ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ ക്യാമ്പുകളുടെ മറവിലാണ് ആയുധ പരിശീലനം. രഹസ്യമായി നടത്തുന്ന ആയുധ പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ഒളിക്യാമറയിൽ പകർത്തി. പതിമൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് ആയുധ പരിശീലനം നൽകുന്നത്. ദണ്ഡ ഉപയോഗിച്ചുള്ള പരിശീലനമാണ് മുഖ്യം. മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതിനും കൊല്ലുന്നതിനും ദണ്ഡ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നാണ് പരിശീലിപ്പിക്കുന്നത്. കൈകാൽ ഉപയോഗിച്ച് എതിരാളികളെ കീഴ്പ്പെടുത്താനുള്ള പരിശീലനവും നൽകുന്നുണ്ട്. സംസ്ഥാനത്താകെ 30 ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ. പുലർച്ചെ 3 മണി മുതലാണ് ആയുധ പരിശീലനം ആരംഭിക്കുന്നത്. പ്രദേശത്തേക്ക് ഒരു ഈച്ച പോലും കടക്കാത്ത തരത്തിൽ കനത്ത സുരക്ഷയാണ് RSS ഒരുക്കിയിരിക്കുന്നത്. ആക്രമിക്കലാണ് നല്ല പ്രതിരോധം എന്നതാണ് ക്യാമ്പുകളുടെ മുദ്രാവാക്യം. വ്യക്തിത്വ വികസനത്തിനായുള്ള ക്ലാസുകൾ എന്ന പേരിലാണ് കുട്ടികളെ ആകർഷിക്കുന്നത്. ഡിസംബർ 24 ആരംഭിച്ച ആയുധ പരിശീലന ക്യാമ്പ് ജനുവരി 1 സമാപിക്കും. സംസ്ഥാന വ്യാപകമായി RSS സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൂക്ഷ്മമായി നിരീക്ഷിച്ച ഞങ്ങൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. ചെറിയ കുട്ടികളെ പോലും ആക്രമണകാരികളാക്കി മാറ്റുന്ന പരിശീലനമാണ് ഇവിടങ്ങളിൽ നടക്കുന്നത്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. കോട്ടയത്ത് RSS പ്രവർത്തകർ കരോൾ സംഘത്തെ ആക്രമിച്ചു. പൊൻകുന്നത്താണ് സംഭവം. പൊൻകുന്നം ശ്രേയസ് സ്കൂൾ കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനം നടത്താനെത്തിയ RSSകാരാണ് കരോൾ സംഘത്തെയും ആക്രമിച്ചത്. പൊൻകുന്നം വിശ്വശ്രേയ സ്കൂൾ കേന്ദ്രീകരിച്ചാണ് RSSന്റെ ആയുധ പരിശീലനം. 150ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പ് ആരംഭിച്ച 24-ന് സ്കൂളിന് സമീപത്തുകൂടി കടന്നുപോയ കരോൾ സംഘത്തിലെ 3 പേരെ സ്കൂളിനകത്തു നിന്ന് ആയുധങ്ങളായി എത്തിയ 20 പേർ മർദ്ദിക്കുകയായിരുന്നു. ദണ്ഡ്, നഞ്ചക്ക് തുടങ്ങിയ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ വിനീത്, ജോസഫ്, ശ്രീജിത്ത് എന്നിവർക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. ക്യാമ്പ് നടക്കുന്ന സ്കൂളിനുള്ളിൽ വൻതോതിലുള്ള ആയുധശേഖരമുണ്ടെന്നതിന്റെ തെളിവാണ് കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണം. ശ്രേയസ് പോലെ ഒരു സ്കൂളിൽ വെച്ച് ആയുധ പരിശീലനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെ റെയ്ഡ് നടത്തി അവിടെയുള്ള ആയുധങ്ങൾ കണ്ടെടുക്കണമെന്നുള്ളതാണ് ലീഡ്. രാഷ്ട്രീയ ക്രിമിനലുകളെയും ആയുധ പരിശീലനത്തിന് നേതൃത്വം നൽകാൻ സ്കൂളിനുള്ളിൽ പാർപ്പിച്ചിട്ടുണ്ടെന്ന പരാതിയിൽ കേസെടുക്കാൻ പൊൻകുന്നം പോലീസ് ആദ്യം തയ്യാറായില്ല. പിന്നീട് ജനകീയ പ്രക്ഷോഭം ശക്തമായപ്പോഴാണ് യുവാക്കളെ ആക്രമിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്തത്. കുട്ടികൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റിന് രക്ഷിതാക്കൾ സ്കൂൾ പ്രിൻസിപ്പലിനെ കാണാൻ എത്തിയാലും RSS പ്രവർത്തകരുടെ ദേഹപരിശോധനയ്ക്ക് വിധേയമാകേണ്ട സ്ഥിതിയുണ്ട്. അതിനുശേഷം മാത്രമേ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവേശിപ്പിക്കൂ. ആയുധ പരിശീലനത്തിന് സ്കൂൾ വിട്ടു നൽകിയ മാനേജ്മെന്റ് നടപടിക്കെതിരെയും യുവാക്കളെ മർദ്ദിച്ചതിലും പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
സിനിമാ സമരം ശക്തമാക്കാൻ ഉറച്ച നിർമ്മാതാക്കളും വിതരണക്കാരും ഈ മാസം 30 മുതൽ മുഴുവൻ ചിത്രങ്ങളും തിയേറ്ററുകളിൽ നിന്ന് പിൻവലിക്കും. ലാഭവിഹിതം 50% ലഭിക്കണമെന്ന നിലപാട് തിയേറ്റർ ഉടമകൾ ആവർത്തിച്ചതോടെയാണ് സമരം തുടരാൻ നിർമ്മാതാക്കളും വിതരണക്കാരും തീരുമാനിച്ചത്. ഈ മാസം 30 മുതൽ അന്യഭാഷയടക്കം ഒരു ചിത്രവും റിലീസിനെത്തിക്കില്ലെന്നും സമരം തീരുന്ന മുറയ്ക്ക് ക്രിസ്മസിനായി ഒരുക്കിയ സിനിമകൾ പ്രദർശനത്തിന് എത്തിക്കുമെന്നും നിർമ്മാതാക്കളും വിതരണക്കാരും വ്യക്തമാക്കി. എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറിന്റെ കടുംപിടുത്തം മലയാള സിനിമയ്ക്ക് ക്രിസ്മസ് സീസണിൽ 20 കോടിയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവം തന്നെയാണ് ഇവിടെ. അവരുടെ വേറെ ആരെങ്കിലും സംസാരിക്കാൻ പോലും വരുന്നില്ല. മലയാള സിനിമ വെച്ചിട്ടാണ് ഇവിടുത്തെ തിയേറ്ററുകൾ കാശുണ്ടാക്കിയത്, അന്യഭാഷാ ചിത്രങ്ങൾ വെച്ചല്ല. ഇപ്പം പുള്ളി പറയുന്നത് കേട്ടു ഏതോ ടി വിയിൽ അന്യഭാഷാ ചിത്രങ്ങളുണ്ട്, അത് വെച്ച് ജീവിച്ചോളാം. അപ്പോൾ അവരത് വെച്ച് ജീവിക്കട്ടെ, എത്ര കാലം പോകും നമുക്ക് നോക്കാം. ഒരു പടത്തിന് ഒരു 5 കോടി രൂപ വെച്ച് മുറയുള്ളൂ. 4 വലിയ പടങ്ങളാണ്. എല്ലാം കൂടെ 10 കോടി രൂപയുടെ നഷ്ടം ഈ ക്രിസ്മസ് സീസണിൽ ഉണ്ടായിട്ടുണ്ട്. തിയേറ്റർ വിഹിത തർക്കത്തെ തുടർന്ന് ഈ മാസം 16 മുതലാണ് നിർമ്മാതാക്കളും വിതരണക്കാരും അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ തിരിച്ചുവരവിന് സർക്കാർ ഇടപെടുന്നു. നിർമ്മാണ ജോലികൾ ഉടൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എയർപോർട്ട് അധികൃതരോട് ആവശ്യപ്പെട്ടു. നവീകരണ ജോലികൾ പൂർത്തിയായാലും വലിയ വിമാനങ്ങൾ സർവീസ് നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അനുമതി ലഭിക്കാനിടയില്ല. ഈ സാഹചര്യത്തിലാണ് ഭരണതലത്തിൽ ഇടപെടലുണ്ടാവുന്നത്. നവീകരണ ജോലികൾ ഉടൻ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മാസം 31-നകം പൂർത്തീകരിക്കേണ്ട നവീകരണ പ്രവൃത്തികൾ ഇടയ്ക്കുണ്ടായ മഴയിൽ തടസ്സപ്പെട്ടിരുന്നു. റൺവേയിലെ മേൽപ്പാളിയുടെ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് ജോലികളും റൺവേക്ക് ചുറ്റും മണ്ണിടുന്ന ജോലികളുമാണ് അവശേഷിക്കുന്നത്. ഇത് പൂർത്തിയാക്കി ജനുവരി മധ്യത്തോടെ റൺവേ എയർപോർട്ട് അധികൃതർക്ക് കൈമാറും. അളവും കൃത്യതയും എയർപോർട്ട് അതോറിറ്റി ഉറപ്പുവരുത്തിയാൽ വിമാനങ്ങൾ തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കോൺഗ്രസ് സ്ഥാപക ദിന പരിപാടിക്കെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെ കയ്യേറ്റം ചെയ്തതിൽ നടപടി സ്വീകരിക്കാൻ VM സുധീരന്റെ നിർദ്ദേശം. കൊല്ലം DCC പ്രസിഡന്റാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം കയ്യേറ്റം ഉണ്ണിത്താൻ സ്വയം ആസൂത്രണം ചെയ്തതാണെന്ന് മുരളീധരൻ വിശദീകരിച്ചു. മുരളീധരന് പിന്തുണയുമായി A ഗ്രൂപ്പ് നേതാക്കളും രംഗത്തെത്തി. പാർട്ടിയുടെ പിറന്നാൾ ദിന പരിപാടിയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ DCC ഓഫീസിന് മുന്നിൽ കയ്യേറ്റം ചെയ്തത്. 2004 ഗ്രൂപ്പ് യുദ്ധത്തിന് സമാനമായ സാഹചര്യം. തുടർന്ന് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ KPCCയുടെ നിർദ്ദേശം. ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനം. കയ്യേറ്റത്തിന് പിന്നിൽ തന്നെ അനുകൂലിക്കുന്നവരല്ലെന്ന് വിശദീകരിച്ച് മുരളീധരനും രംഗത്തെത്തി. എന്താ എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് എനിക്കുള്ളൂ. അത് ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. ഇങ്ങനെ എന്താ സംഭവം ഉണ്ടായി നിങ്ങൾ പറഞ്ഞിട്ട് അറിഞ്ഞു, എനിക്കൊന്നും അറിയില്ല. ഹൈക്കമാൻഡിന്റെ വിലക്കിന് മുമ്പ് K മുരളീധരന്റെ പിന്തുണയുമായി ഉമ്മൻചാണ്ടിയും ഹസനും ഉൾപ്പെടെയുള്ള A ഗ്രൂപ്പ് നേതാക്കൾ. വിമർശനങ്ങളെല്ലാം എതിർപ്പുകളായിട്ട് ആരും കാണേണ്ടതില്ല. വിമർശനങ്ങൾ പലപ്പോഴും ശക്തിപ്പെടുത്താൻ സ്വയം വിമർശനം പോലും നമുക്ക് ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. വിലക്ക് വന്നതോടെ പ്രസ്താവന യുദ്ധം തൽക്കാലത്തേക്ക് നിന്നേക്കുമെങ്കിലും കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പ്രവർത്തനം കൂടുതൽ ശക്തമാകും. താഴെത്തട്ടിൽ ഉൾപ്പെടെ AI ഗ്രൂപ്പുകൾ രഹസ്യയോഗങ്ങൾ തീരുമാനിച്ചതായാണ് വിവരം. സുധീരനെ KPCC ആസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുവരെ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് A ഗ്രൂപ്പ് നിലപാട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. MM മണിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് CPIMന്റെ സംസ്ഥാന ഘടകമാണെന്ന് സീതാറാം യെച്ചൂരി. ഈ വിഷയത്തിൽ VS അച്യുതാനന്ദൻ അയച്ച കത്ത് കിട്ടിയിട്ടില്ലെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. 2 വൃക്കകളും പ്രവർത്തനരഹിതമായി യുവതി വൃക്ക മാറ്റിവെക്കുന്നതിന് കരുണ തേടുന്നു. കാസർഗോഡ് പരപ്പയിലെ ദരിദ്ര ദളിത് കുടുംബാംഗമായ ശ്രീനയാണ് സഹായം തേടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രീന. കൂലിപ്പണി ചെയ്ത് നിത്യവൃത്തിക്ക് വകതേടുന്ന കാസർഗോഡ് പരപ്പ ചന്ദ്രൻ ശാന്ത ദമ്പതികളുടെ മകൾ ശ്രീനയുടെ 2 വൃക്കകളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. 20 വയസ്സുള്ള ഈ ദളിത് പെൺകുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. അമ്മ ശാന്തയുടെ വൃക്കകളിലൊന്ന് മാറ്റിവെക്കാനാണ് ശ്രമം. ഇതിന് 20 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് നാട്ടുകാർ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. അവരിപ്പോൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ പൊതുവേ നാട്ടിൽ അവസ്ഥ പറഞ്ഞാൽ കൂലിപ്പണി തീരെ ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. അന്നന്ന് പണിയെടുത്ത് വേണം ജീവിതം കഴിച്ചു കൂട്ടാൻ. പിന്നെ നല്ല കാര്യമായ ഒരു താമസിക്കാൻ പറ്റിയ വീടില്ല. ഭയങ്കര കഷ്ടപ്പാടിലാണ് അവർ ജീവിതം തന്നെ. ഇപ്പോൾ 4 വർഷത്തോളമായി കുട്ടിക്ക് അസുഖം ബാധിച്ചിട്ട് അതിന് തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് പൈസ ചിലവായി, ഇപ്പം തന്നെ ചിലവായിരിക്കുകയാണ്.
അപ്പോൾ അതൊക്കെ നികത്താൻ ആ കുടുംബത്തിന് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇടിഞ്ഞു വീഴാറായ വീടും ഏതാനും സെന്റ് സ്ഥലവും മാത്രമാണ് ഈ കുടുംബത്തിന് സ്വന്തമായുള്ളത്. ശ്രീനയുടെ ഇളയ സഹോദരൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ശ്രീനയെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പരപ്പ ശാഖയിലെ SB അക്കൗണ്ടിലേക്ക് നിക്ഷേപം അയക്കാം. അക്കൗണ്ട് നമ്പർ 470-621-000-14-880. IFSC കോഡ് SYNB 0004706. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാർച്ച് 31 ശേഷം അസാധുവാക്കിയ 1000-500 രൂപ നോട്ടുകൾ കൈവശം വയ്ക്കുന്നത് കുറ്റകരമാകുന്നു. പഴയ നോട്ടുകൾ കൈവശം വയ്ക്കുകയോ ഇടപാട് നടത്തുകയോ ചെയ്താൽ ശിക്ഷ അനുഭവിക്കുന്ന ഓർഡിനൻസിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. പാർലമെന്റിൽ നിയമം പാസ്സാകില്ലെന്ന ഭയം നിമിത്തമാണ് സർക്കാർ ഓർഡിനൻസ് ഇറക്കിയതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. നോട്ട് നിരോധനത്തിന് ശേഷം കണ്ടെത്തിയ കള്ളപ്പണത്തിന്റെ കണക്ക് വ്യക്തമാക്കണമെന്ന് രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടു. നോട്ട് അസാധുവാക്കിയ നടപടിക്ക് നിയമ പിൻബലം ലഭിക്കാനാണ് കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കിയത്. ഓർഡിനൻസിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെ: ഡിസംബർ 30 ശേഷം അസാധുവാക്കിയ 1000-500 രൂപ നോട്ടുകൾ RBIയുടെ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ വഴി മാത്രമേ മാറ്റിയെടുക്കാനാകൂ. എന്തുകൊണ്ടാണ് നിശ്ചിത സമയത്തിനകം നോട്ടുകൾ മാറാതിരുന്നതെന്ന സത്യവാങ്മൂലവും നൽകണം. മാർച്ച് 31 ശേഷം അസാധുവാക്കിയ നോട്ടുകൾ കൈവശം വെക്കുകയോ ഇടപാടുകൾ നടത്തുകയോ ചെയ്താൽ അത് ശിക്ഷാർഹമായ കുറ്റമാകും. പഴയ നോട്ടുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തിയാൽ പിഴയും ഈടാക്കും. പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കാനുള്ള ഭയം കൊണ്ടാണ് സർക്കാർ ഓർഡിനൻസ് ഇറക്കിയതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ പ്രധാനമന്ത്രി ഒഴിഞ്ഞുമാറുന്നത് എന്തിനാണെന്നും യെച്ചൂരി ചോദിച്ചു. And this should have been done when the parliament session was on by the parliament. There is no need for the ordinance route. But afraid of a law like this being facing the parliament, the backdoor method has been employed by this Modi government. അതേസമയം നോട്ട് നിരോധനത്തിന് ശേഷം കണ്ടെത്തിയ കള്ളപ്പണത്തിന്റെ കണക്ക് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി.